ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷെർസ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് PSCയുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണമായ PSC ബുള്ളറ്റിൻ കറണ്ട് അഫയേഴ്സ് 2024 ജനുവരി മാസത്തെ കറണ്ട് അഫയേഴ്സ് ആണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും PDF നോട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ലഭ്യമാണ്. അപ്പോൾ ഷെർസ് അക്കാദമിയുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവർ ടെലഗ്രാം ചാനൽ കൂടെ ജോയിൻ ചെയ്ത് വെക്കുക. നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത് IFFK 2023 വിവരങ്ങളാണ്, അല്ലെങ്കിൽ 28ാമത് IFFK അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയുടെ വിവരങ്ങളാണ്. അപ്പോൾ IFFK 2023 അല്ലെങ്കിൽ 28ാമത് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള ഇവിടെ വേദി എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ്. അപ്പോൾ ഈ IFFK 2023 മികച്ച ചിത്രമായിട്ട് അല്ലെങ്കിൽ സുവർണ ചകോരം നേടിയത് ഈവിൾ ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന ചിത്രമാണ്. അപ്പോൾ 2023 IFFK മികച്ച ചിത്രം അല്ലെങ്കിൽ സുവർണ ചകോരം നേടിയത് ഈവിൾ ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന ജാപ്പനീസ് ചിത്രമാണ്. മികച്ച ചിത്രത്തിനുള്ള രജത ചകോരം നേടിയത് തടവ് എന്ന ചിത്രമാണ്. അപ്പോൾ ഒന്നുകൂടി, മികച്ച ചിത്രത്തിനുള്ള രജത ചകോരം നേടിയത് തടവ് എന്ന ചിത്രമാണ്. ഇതിന്റെ സംവിധായകൻ ഫാസിൽ റസാഖാണ്. അപ്പോൾ ഇതിന്റെ സംവിധായകൻ ഫാസിൽ റസാഖാണ്. മികച്ച മലയാള ചലച്ചിത്രത്തിനുള്ള നെറ്റ് പാക്ക് പുരസ്കാരം. അപ്പോൾ മികച്ച മലയാള ചലച്ചിത്രത്തിനുള്ള നെറ്റ് പാക്ക് പുരസ്കാരം നേടിയത് ആട്ടം എന്ന ചലച്ചിത്രമാണ്. അപ്പോൾ നെറ്റ് പാക്ക് പുരസ്കാരം അല്ലെങ്കിൽ മികച്ച മലയാള ചലച്ചിത്രത്തിനുള്ള നെറ്റ് പാക്ക് പുരസ്കാരം നേടിയത് ആട്ടം എന്ന ചലച്ചിത്രമാണ്. ഇത് സംവിധാനം ചെയ്തത് ആനന്ദ് ഏകർഷിയാണ്. അപ്പോൾ ഇത് സംവിധാനം ചെയ്തത് ആനന്ദ് ഏകർഷിയാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം, 28ാമത് IFFK അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയാണ് 2023 നടന്നത്. ഇതിൽ മികച്ച ചിത്രമായിട്ട് സുവർണ ചകോരം നേടിയത് ഈവിൾ ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന ജാപ്പനീസ് ചിത്രവും മികച്ച ചിത്രത്തിനുള്ള രജത ചകോരം നേടിയത് തടവ് എന്ന ചിത്രവുമാണ്. ഇത് സംവിധാനം ചെയ്തത് ഫാസിൽ റസാഖ്. ഓർത്ത് വെച്ചേക്കുക, തടവ് എന്ന ചിത്രം സംവിധാനം ചെയ്തത് ഫാസിൽ റസാഖാണ്. മികച്ച മലയാള ചിത്രത്തിനുള്ള നെറ്റ് പാക്ക് പുരസ്കാരം നേടിയത് ആട്ടം എന്ന ചലച്ചിത്രമാണ്. ഏത് ചലച്ചിത്രമാണ്? ആട്ടം എന്ന ചലച്ചിത്രമാണ്. ഇതിന്റെ സംവിധായകൻ ആനന്ദ് ഏകർഷിയാണ്. അപ്പോൾ ഇത് ഓർത്ത് വെച്ച് പഠിക്കുക. അടുത്ത് ഒന്നാമത്തെ ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയം. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയം ഈയിടയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യേണ്ടായി. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയം എന്ന് പറയുന്നത് ഡയമണ്ട് ബോസ്. അതിന്റെ പേരാണ് ഡയമണ്ട് ബോസ്. ഇത് സൂററ്റിലാണ് സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? സൂററ്റിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയം ഡയമണ്ട് ബോസ്, ഇത് സൂററ്റിലാണ്. ഉദ്ഘാടനം ചെയ്തത് പ്രധാനമന്ത്രിയാണ്. ഇത് ഉദ്ഘാടനം ചെയ്തത്. ഓർത്തു വയ്ക്കുക. അടുത്ത്, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ചെയർമാനായി നിയമിതനായ വ്യക്തി. അപ്പോൾ BSE അല്ലെങ്കിൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ചെയർമാനായി നിയമിതനായത് പ്രമോദ് അഗർവാൾ. അപ്പോൾ BSEയുടെ ചെയർമാനായിട്ട് നിയമിതനായ വ്യക്തി പ്രമോദ് അഗർവാൾ. ഈ BSE എന്ന് പറയുന്നത് ഏഷ്യയിലെ തന്നെ ഏറ്റവും പഴയ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. ഇത് നിലവിൽ വന്നത് 1875 BSE അല്ലെങ്കിൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിലവിൽ വന്നത്. ഇതുകൂടി ഇതിനോടൊപ്പം ആഡ് ചെയ്ത് പഠിക്കുക. അടുത്ത ചോദ്യം, ചെന്നൈ ആശാൻ മെമ്മോറിയലിന്റെ 2022 ആശാൻ സ്മാരക കവിതാ പുരസ്കാരം നേടിയത്. അപ്പോൾ ചെന്നൈ ആശാൻ മെമ്മോറിയലിന്റെ 2022 ആശാൻ സ്മാരക കവിതാ പുരസ്കാരം നേടിയത് കുരീപ്പുഴ ശ്രീകുമാറാണ്. അപ്പോൾ 2022 ആശാൻ സ്മാരക കവിതാ പുരസ്കാരം നേടിയത് കുരീപ്പുഴ ശ്രീകുമാറാണ്. അടുത്ത ചോദ്യം, IPL താരലേലത്തിൽ ഏറ്റവും ഉയർന്ന പ്രതിഫലത്തിന് അർഹനായത്. അപ്പോൾ ഇക്കഴിഞ്ഞ IPL താരലേലത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിച്ചത് മിച്ചൽ സ്റ്റാർക്കിനാണ്. ആർക്കാണ്? മിച്ചൽ സ്റ്റാർക്കിനാണ്. അദ്ദേഹത്തിന് 24.75 കോടി രൂപ ലഭിച്ചു. മിച്ചൽ സ്റ്റാർക്ക് ഓസ്ട്രേലിയൻ താരമാണ്. ഏത് രാജ്യക്കാരനാണ്? ഓസ്ട്രേലിയൻ താരമാണ് മിച്ചൽ സ്റ്റാർക്ക്. അതുപോലെ തന്നെ മിച്ചൽ സ്റ്റാർക്കിനെ തിരഞ്ഞെടുത്ത ടീമാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. ഏത് ടീമാണ്? കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. ഇത്രയും വിവരങ്ങൾ ഇതിനോടൊപ്പം ഓർത്തു വെച്ച് പഠിക്കുക. അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള യുദ്ധഭൂമിയായ സിയാച്ചിനിൽ നിയമിതയായ ആദ്യ വനിതാ മെഡിക്കൽ ഓഫീസർ. അപ്പോൾ ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള യുദ്ധഭൂമിയായ സിയാച്ചിനിൽ നിയമിതയായ ആദ്യ വനിതാ മെഡിക്കൽ ഓഫീസറാണ് ക്യാപ്റ്റൻ ഫാത്തിമ വസീം. അടുത്ത ചോദ്യം,
29 രാജ്യങ്ങൾ പങ്കെടുത്ത അന്താരാഷ്ട്ര ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉച്ചകോടിയുടെ വേദി. അപ്പോൾ എത്ര രാജ്യങ്ങൾ പങ്കെടുത്ത? 29 രാജ്യങ്ങൾ പങ്കെടുത്ത അന്താരാഷ്ട്ര ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ AI ഉച്ചകോടിയുടെ വേദി ഏത്? ഉത്തരം ന്യൂഡൽഹി. അപ്പോൾ 29 രാജ്യങ്ങൾ പങ്കെടുത്ത അന്താരാഷ്ട്ര AI ഉച്ചകോടിയുടെ വേദി എന്ന് പറയുന്നത് ന്യൂഡൽഹിയാണ്. അടുത്ത ചോദ്യം, വിമൻസ് ടെന്നീസ് അസോസിയേഷന്റെ 2023 മികച്ച താരത്തിനുള്ള പുരസ്കാരം. അപ്പോൾ ഏത് അസോസിയേഷന്റെ? വിമൻസ് ടെന്നീസ് അസോസിയേഷന്റെ 2023 മികച്ച താരത്തിനുള്ള പുരസ്കാരം നേടിയത് ഇഗ സ്വിയാടെക് ആണ്. ഒന്നുകൂടി, വിമൻസ് ടെന്നീസ് അസോസിയേഷന്റെ 2023 മികച്ച താരത്തിനുള്ള പുരസ്കാരത്തിന് അർഹയായത് ഇഗ സ്വിയാടെക് ആണ്. ഇഗ സ്വിയാടെക് പോളണ്ട് സ്വദേശിയാണ്. എവിടെയാണ്? പോളണ്ടുകാരിയാണ്. ഈ ഇഗ സ്വിയാടെക്കിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 2023 ഫ്രഞ്ച് ഓപ്പൺ വിജയിയാണ്, അല്ലെങ്കിൽ ഫ്രഞ്ച് ഓപ്പൺ വനിതാ വിഭാഗം വിജയിയാണ് ഈ ഇഗ സ്വിയാടെക് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ഇന്റർനാഷണൽ ഹോക്കി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. അതിൽ 2 ഇന്ത്യക്കാർക്ക് പുരസ്കാരങ്ങൾ ലഭിച്ചു. അപ്പോൾ അത് നമുക്ക് പഠിക്കാം. ഇന്റർനാഷണൽ ഹോക്കി പുരസ്കാരങ്ങളിൽ മികച്ച പുരുഷ താരമായിട്ട് തിരഞ്ഞെടുത്തത് ഇന്ത്യയുടെ ഹാർദിക് സിംഗിനെയാണ്. അപ്പോൾ ഓർത്തു വയ്ക്കുക, ഇന്റർനാഷണൽ ഹോക്കി പുരസ്കാരങ്ങളിൽ 2 ഇന്ത്യക്കാർക്ക് പുരസ്കാരങ്ങൾ ലഭിച്ചു. അതിൽ ഇന്റർനാഷണൽ ഹോക്കി പുരസ്കാരങ്ങളിൽ മികച്ച പുരുഷ താരമായിട്ട് തിരഞ്ഞെടുത്തത് ഇന്ത്യയുടെ ഹാർദിക് സിംഗിനെയും മികച്ച ഗോൾ കീപ്പർ വിഭാഗത്തിൽ അല്ലെങ്കിൽ വനിതാ വിഭാഗത്തിലെ മികച്ച ഗോൾ കീപ്പറായിട്ട് തിരഞ്ഞെടുത്തത് ഇന്ത്യയുടെ സവിത പൂനെയുമാണ്. അടുത്ത ചോദ്യം, രാജ്യത്തെ പരമോന്നത കായിക പുരസ്കാരമായ ധ്യാൻചന്ദ് പുരസ്കാരം നേടിയത്. അപ്പോൾ രാജ്യത്തെ പരമോന്നത കായിക പുരസ്കാരമായ ധ്യാൻചന്ദ് പുരസ്കാരം നേടിയത് സാത്വിക് സായിരാജും ചിരാഗ് ഷെട്ടിയുമാണ്. ആരൊക്കെയാണ്? സാത്വിക് സായിരാജും ചിരാഗ് ഷെട്ടിയുമാണ്. അപ്പോൾ ഇവരുടെ കായിക ഇനമെന്ന് പറയുന്നത് ബാഡ്മിൻ്റൺ ആണ്. ഏതാണ്? ബാഡ്മിൻ്റൺ. ഇവരുടെ കായിക ഇനം എന്ന് പറയുന്നത് ബാഡ്മിൻ്റൺ ആണ്. ഇവർ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്യുന്നത് ബാഡ്മിൻ്റണിൽ മെൻസ് ഡബിൾസ് ഇനത്തിലാണ് ഇന്ത്യയെ പ്രതിനിധാനം ചെയ്യുന്നത്. അപ്പോൾ രാജ്യത്തെ പരമോന്നത കായിക പുരസ്കാരമായിട്ടുള്ള ധ്യാൻചന്ദ് പുരസ്കാരം നേടിയത് സാത്വിക് സായിരാജും ചിരാഗ് ഷെട്ടിയുമാണ്. അതുപോലെ അർജുന അവാർഡ് പ്രഖ്യാപിച്ചു. അർജുന അവാർഡ് ലഭിച്ചത് മുരളി ശ്രീശങ്കർ, മലയാളിയായിട്ടുള്ള മുരളി ശ്രീശങ്കർ. അപ്പോൾ മുരളി ശ്രീശങ്കറിന്റെ ഇനം അല്ലെങ്കിൽ കായിക ഇനം എന്ന് പറയുന്നത് ലോങ് ജമ്പാണ്. അപ്പോൾ മുരളി ശ്രീശങ്കർ ഇന്ത്യക്കായിട്ട് പങ്കെടുത്തത് ലോങ് ജമ്പ് ഇനത്തിലാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ ക്രിക്കറ്റ് താരം മുഹമ്മദ് ഷമിക്കും അർജുന അവാർഡ് ലഭിക്കുകയുണ്ട്. അടുത്ത് ദ്രോണാചാര്യ അവാർഡ് ലഭിച്ചത് ഇ ഭാസ്കരനാണ്. ആർക്കാണ് ദ്രോണാചാര്യ അവാർഡ് ലഭിച്ചത്? ഇ ഭാസ്കരനാണ്. അദ്ദേഹം കബഡി, അദ്ദേഹത്തിന്റെ ഇനമാണ് കബഡി. അപ്പോൾ ഇത്രയും ഓർത്തു വയ്ക്കുക. ഈ കായിക താരങ്ങളുടെ പേര് പഠിക്കുക, അവർ ഏത് ഇനത്തിലാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് എന്നുകൂടി പഠിച്ച് വയ്ക്കുക. അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വേണ്ടി സെഞ്ചുറി നേടുന്ന ആദ്യ മലയാളി താരം. അപ്പോൾ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വേണ്ടി സെഞ്ചുറി നേടുന്ന ആദ്യ മലയാളി താരമാണ് സഞ്ജു സാംസൺ. ഇത് നേടിയത് സൗത്ത് ആഫ്രിക്ക അല്ലെങ്കിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയാണ് സഞ്ജു സെഞ്ചുറി നേടിയത്. അടുത്ത ചോദ്യം, കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയത് EV രാമകൃഷ്ണൻ. അപ്പോൾ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയത് EV രാമകൃഷ്ണൻ. അദ്ദേഹത്തിന്റെ കൃതിയാണ് മലയാള നോവലിന്റെ ദേശകാലങ്ങൾ. അപ്പോൾ അദ്ദേഹത്തിന്റെ കൃതിയാണ് മലയാള നോവലിന്റെ ദേശകാലങ്ങൾ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, കുട്ടികൾക്കെതിരെയുള്ള ചൂഷണം, ബാലവേല, ബാലവിവാഹം എന്നിവ തടയുന്നതിനായി വനിതാ ശിശു വികസന വകുപ്പ് തയ്യാറാക്കുന്ന പദ്ധതിയാണ് ശരണബാല്യം. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം, ശരണബാല്യം പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ എന്തെല്ലാം? അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, കുട്ടികൾക്കെതിരെയുള്ള ചൂഷണം, ബാലവേല, ബാലവിവാഹം എന്നിവ തടയുന്നതിനായി വനിതാ ശിശു വികസന വകുപ്പ് തയ്യാറാക്കുന്ന പദ്ധതിയാണ് ഏത്? ശരണബാല്യം. അടുത്ത ചോദ്യം, CISFന്റെ ഡയറക്ടർ ജനറലായി നിയമിതയാകുന്ന ആദ്യ വനിത. അപ്പോൾ ഏതിൻ്റെയാണ്? CISFന്റെ ഡയറക്ടർ ജനറലായി നിയമിതയാകുന്ന ആദ്യ വനിതയാണ് നീന സിംഗ്. ആരാണ്? നീന സിംഗ്. ഒന്നുകൂടി, CISFന്റെ ഡയറക്ടർ ജനറലായിട്ട് നിയമിതയാകുന്ന ആദ്യ വനിതയാണ് നീന സിംഗ്. അടുത്ത ചോദ്യം, അടുത്തിടെ അന്തരിച്ച കേരളത്തിന് ആദ്യമായി സന്തോഷ് ട്രോഫി നേടിത്തന്ന ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ. അദ്ദേഹത്തിന്റെ പേരാണ് TA ജാഫർ. ഓർത്തു വയ്ക്കുക. അപ്പോൾ കേരളത്തിന് ആദ്യമായിട്ട് സന്തോഷ് ട്രോഫി നേടുന്ന ടീമിന്റെ വൈസ് ക്യാപ്റ്റനായിരുന്ന TA ജാഫർ അന്തരിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹത്തിന്റെ പേര് ഓർത്തു വെക്കുക. അടുത്ത ചോദ്യം, അടുത്തിടെ അന്തരിച്ച പ്രശസ്ത തമിഴ് ചലച്ചിത്ര താരവും രാഷ്ട്രീയ നേതാവുമായിരുന്ന വ്യക്തി. അതാണ് വിജയകാന്ത്. എല്ലാവർക്കും അറിയാവുന്ന സിനിമാ നടനും അതുപോലെ തന്നെ പൊളിറ്റീഷ്യനുമാണ് ശ്രീ വിജയകാന്ത് എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക, അടുത്തിടെ അന്തരിച്ച പ്രശസ്ത തമിഴ് ചലച്ചിത്ര താരവും രാഷ്ട്രീയ നേതാവുമാണ് വിജയകാന്ത്. അപ്പോൾ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.
തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. താങ്ക്